നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിനിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കൊച്ചിയിൽ നടത്തിയൊരു സംഭവം. 23-കാരിയായ റെസ്ലിൻ എന്ന യുവതി, അവൾ ആക്രമിച്ചത് പോലീസിനെയാണ്. തൻ്റെ മൊബൈൽ ഫോൺ കൊണ്ട് പോലീസ് ജീപ്പിൻ്റെ ഗ്ലാസുകൾ അവൾ ഇടിച്ചു പൊട്ടിച്ചു. പോലീസുകാരനിട്ടും കൊടുത്തു 2 എണ്ണം. വനിതയായതുകൊണ്ട് പോലീസിന് അവളെ പിടിക്കാൻ ഭയം. അതുകൊണ്ട് തന്നെ നിന്ന് തല്ലുകൊള്ളുന്ന കാഴ്ച. പോലീസിന് നേർക്ക് അവൾ പറഞ്ഞത് കേട്ടാലറിക്കുന്ന പച്ചത്തെറി. കൊച്ചി പാലാരിവട്ടത്താണ് നടു റോഡിൽ വെച്ച് പോലീസിന് നേരെ ഈ യുവതിയുടെ പരാക്രമം. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി 12 മണിക്കാണ് അക്രമം അരങ്ങേറിയത്. യുവതി ലഹരിയുടെ പുറത്താണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പോലീസിന്റെ നിസ്സഹായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പുറത്തുവന്ന വീഡിയോയിൽ നമുക്ക് ദൃശ്യമാകുന്നത്. സംഭവത്തിൽ പിന്നീട് പാലാരിവട്ടം സ്വദേശി പ്രവീൺ, കോഴിക്കോട് സ്വദേശിനി റെസ്ലിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസ് വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതിനും ഈ യുവതിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തു. രാത്രി 12:30യോടെ സംസ്കാര ജംഗ്ഷന് സമീപത്ത് പ്രവീണും റെസ്ലിനും ചേർന്ന് വഴിയാത്രക്കാരെ ആക്രമിക്കുന്നു, കത്തി കാണിച്ചവരെ ഭയപ്പെടുത്തുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. ഇതറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് പോലീസ് പാഞ്ഞെത്തി. അപ്പോൾ പോലീസ് വാഹനത്തിന് നേർക്ക് ചീറിയെടുത്തത് 23-കാരിയായ ഒരു യുവതിയാണ്. അവൾ പോലീസ് വാഹനത്തിന് അടുക്കലെത്തി പോലീസിനോട് പച്ചത്തെറിയാണ് വിളിച്ചത്. എൻ്റെ കയ്യിൽ മയക്കുമരുന്നുണ്ട് സാറേ, ഞാനത് കഴിക്കും, നിങ്ങൾ എന്തു ചെയ്യാനാ? സംസ്കാരമുള്ള ഭാഷയൊന്നുമല്ല അവൾ ഉപയോഗിച്ചത്, പച്ചത്തെറിയാണ്, ചെവി പൊട്ടുന്ന തെറി. പോലീസ് നിസ്സഹായ അവസ്ഥയിൽ പോലീസ് ജീപ്പിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. പുറത്തേക്കിറങ്ങിയാൽ യുവതിയെ കയറി പിടിച്ചു എന്നും മറ്റുമുള്ള പരാതി വന്നാലോ? യുവതി പോലീസുകാരനിട്ടും കൊടുത്തു 2 എണ്ണം. പിന്നീട് പോലീസ് വാഹനത്തിന് ചില്ലൊക്കെ അവൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു. റെസ്ലിനെ പിടികൂടുമ്പോൾ വനിതാ പോലീസ് ഉണ്ടെങ്കിലേ കസ്റ്റഡിയിലെടുക്കാനാവൂ എന്ന് പറഞ്ഞ് തർക്കമായി. അതിനിടയിലാണ് അവൾ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് പോലീസിന് നേർക്ക് ആക്രമണം നടത്തിയത്. പോലീസ് വാഹനത്തിന് നേർക്ക് നീണ്ടുനിന്നെ ആക്രമണം നടത്തി യുവതി കൂളായി മടങ്ങുന്ന കാഴ്ച. അപ്പോഴും തിരിഞ്ഞു നിന്ന് പോലീസിന് നേർക്ക് പച്ചത്തെറി. കയ്യിലിരുന്ന ഒരു പൊതി ഉയർത്തിക്കാട്ടി ഇത് ഡ്രഗ്സ് ആണ് സാറേ, ഞാൻ തിന്നും എന്ന് പറയുന്ന ഇവളുമാരുടെ അഹങ്കാരമുണ്ടല്ലോ. ഇതിനെയും നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാം. എന്നാൽ ഇന്നത്തെ കൊച്ചിയുടെ അവസ്ഥ തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യുവതികളും പെൺകുട്ടികളുമൊക്കെ തൊഴിലാവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും കൊച്ചിയിലെത്തുന്നു. പിന്നീടവർ ലഹരി മാഫിയയുടെ വലയിൽ അകപ്പെടുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നെത്തുന്ന പെൺകുട്ടികളാണ് മിക്കവാറും ഇവരുടെ വലയിൽ അകപ്പെടുന്നത്. ആദ്യം പ്രണയത്തിൻ്റെ ചതിയിൽ അവരെ കൊടുക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെയായി ചെറിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നൽകുന്നു. മയക്കുമരുന്നിന് ഒരിക്കൽ അടിമപ്പെട്ടാൽ പിന്നെ അതില്ലാതെ അവർക്ക് കഴിയുക വയ്യ. ഇതൊന്നും അത്ര വലിയ കുറ്റകൃത്യമല്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില പഠന പ്രോഗ്രാമുകളുമുണ്ട്. തുടർന്ന് ഈ ഗാങ്ങിൽ അകപ്പെടുന്നതോടെ കരിയർമാരായി മാറുകയാണ് മിക്ക പെൺകുട്ടികളും. മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാൽ പിന്നെ സെക്സ് വർക്കൊക്കെയാണ് മിക്ക പെൺകുട്ടികളുടെയും ലാഭക്കച്ചവടം. കയ്യിൽ ഇഷ്ടം പോലെ പണം വരുന്നതോടെ അവരുടെ സ്വഭാവ രീതിയും മാറുന്നു. ഇത് കൊച്ചിയിലെ സ്ഥിരം കാഴ്ചയാണ്. 2025 ജനുവരി പിറന്നതിന് ശേഷം എത്രയെത്ര മയക്കുമരുന്ന് കേസുകളാണ് കൊച്ചിയിൽ പിടിക്കപ്പെട്ടത്. മിക്ക കേസുകളുടെയും ഒരറ്റത്ത് ഏതെങ്കിലും ഒരു യുവതിയോ പെൺകുട്ടിയോ ഉള്ള കാഴ്ച നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഈ പെൺകുട്ടികളൊക്കെ സുന്ദരികളാണ്, നല്ല മിടുക്കുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഒരിക്കൽ ഇവരുടെ വലയിലകപ്പെട്ടാൽ ഇതൊന്നും അത്ര വലിയ കുറ്റകൃത്യമല്ല എന്നവർക്കറിയാം. മയക്കുമരുന്ന് ഏതളവിൽ വരെ കയ്യിൽ സൂക്ഷിച്ചാൽ കേസില്ല എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഇമ്മാതിരി തെമ്മാട്ടിക്കൂട്ടങ്ങളുടെ കളികൾ. മാരക ലഹരി മരുന്നുകൾ പിടിമുറുക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം അധംപതിച്ചിരിക്കുന്ന കാഴ്ച. പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ അളവിലെ വർധനവ്, വിൽപ്പനക്കാരുടെ എണ്ണത്തിലെ വർധനവ്, വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിലെ അതിവേഗ വ്യാപനമൊക്കെ നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. നിരവധി കുറ്റകൃത്യങ്ങളിൽ മയക്കുമരുന്നൊരു മുഖ്യ കണ്ണിയായി മാറുന്നു. കൊടിയ പീഡനങ്ങൾക്ക് പിന്നിൽ മിക്കവാറും കാരണമാകുന്നത് ഇത്തരം മയക്കുമരുന്ന് ഉപയോഗം തന്നെ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സമീപകാലത്ത് കേരളത്തിൽ വന്ന ഒട്ടനവധി കേസുകൾക്ക് പിന്നിൽ ഈ മയക്കുമരുന്നിന്റെ സ്വാധീനമുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. മദ്യത്തിൻ്റെ വില തന്നെയാണ് മയക്കുമരുന്നിലേക്ക് തിരിയാനുള്ള മുഖ്യ കാരണം. മദ്യ ഉപയോഗം ഇപ്പോൾ വലിയ ചിലവേറിയ സംഭവമായി മാറിയിരിക്കുന്നു. എന്നാൽ 250-300 രൂപ കൊടുത്താൽ ഒരു പൊതി മയക്കുമരുന്ന് കിട്ടും. ഒരു ദിവസം മുഴുവൻ ലഹരിയിൽ ആറാടാനുള്ളത് അതിലുണ്ട്. എന്നാൽ ഇത് ശരീരത്തെ എത്രമാത്രം തകർക്കുന്നു എന്നിത് ഉപയോഗിക്കുന്നവർ
തിരിച്ചറിയുന്നില്ല. പണ്ടൊക്കെ ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമുള്ള ഏജന്റുമാരായിരുന്നു കൊച്ചിയിൽ കളിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മട്ടാഞ്ചേരി പിള്ളേർ തന്നെ ഇറങ്ങിക്കളിക്കുന്നു. അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കാൻ വലിയ നേതാക്കളും ഒപ്പമുണ്ട്. സിനിമാ ലോകവും മയക്കുമരുന്നിടപാടുകളും തമ്മിൽ അടുത്ത ബന്ധം. പെൺകൂട്ടും പെൺകച്ചവടമൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ പിന്നീട് സെക്സ് വർക്കിന് ഉപയോഗിക്കാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ വലവീശി പിടിച്ച് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ആദ്യം നടത്തുക, പിന്നീട് മയക്കുമരുന്ന് വാങ്ങാനുള്ള പണം കണ്ടെത്താൻ അവരെ സെക്സ് വർക്കിന് ഉപയോഗിക്കുക. വലിയ തോതിൽ പെൺകുട്ടികളും കോളേജ് വിദ്യാർത്ഥിനികളുമൊക്കെ ഇന്ന് മയക്കുമരുന്ന് വാഹകരായി മാറുന്നു. എത്രയെത്ര ദുരന്ത കഥകളാണ് കൊച്ചിയിലും കേരളത്തിലുമൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. വിവാഹാഭ്യർത്ഥന നിരസിച്ച യുവതിയുടെ സ്ഥാപനത്തിൽ കയറി യുവതിയെയും കൊന്ന് യുവാവും ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച. അതിനു പിന്നിലും മയക്കുമരുന്ന് ഉപയോഗം തന്നെയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 31 കൊച്ചിയിൽ വൻ ലഹരിമരുന്ന് വേട്ട നടന്നിരുന്നു. കഞ്ചാവും MDMAയും ഹാഷിഷ് ഓയിലുമായി ഒരു യുവതി ഉൾപ്പെടെ 6 പേർ അന്ന് അറസ്റ്റിലായി. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി പോലീസും കൊച്ചി സിറ്റി ഡാൻസ് ഓഫും സംയുക്തമായി നടത്തിയ പരിശോധനകളിലായിരുന്നു മഹാരാഷ്ട്ര സ്വദേശിയായ യുവതിയെയും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്വദേശികളായ 5 യുവാക്കളെയും പിടികൂടിയത്. മട്ടാഞ്ചേരിയിലെ ഒരു പ്രമുഖ ഹോട്ടലിലും IN മാസ്റ്റർ ലൈനിലുള്ള ഒരു വീട്ടിലുമാണ് പരിശോധന നടത്തിയത്. മയക്കുമരുന്നുമായി ഇവരെ ഹോട്ടൽ മുറിയിൽ വെച്ച് പിടികൂടി. ഇവരിൽ നിന്ന് 15 ലക്ഷത്തോളം വില വരുന്ന 300 ഗ്രാമിനടുത്ത് MDMAയും 6.8 ഗ്രാം കഞ്ചാവും 3 ലക്ഷത്തോളം രൂപയുമാണ് കണ്ടെടുത്തത്. IM മാസ്റ്റർ ലൈനിലുള്ള വീട്ടിൽ നിന്ന് മട്ടാഞ്ചേരി സ്വദേശികളായ സജീർ, അദിനാൻ സബത്ത് എന്നിവരെ പിടികൂടുകയും ഇവരിൽ നിന്ന് 29.16 ഗ്രാം MDMAയും 9.41 ഗ്രാം ഹാഷിഷ് ഓയിലും 4.64 ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. ജനുവരി മാസം ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA വേട്ടയാണ് കൊച്ചിയിൽ നടന്നത്. ഈ മയക്കുമരുന്ന് ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ യുവതിയെ തകർത്തെറിയുന്നു. റെസ്ലിനെ പോലെയുള്ള പെൺകുട്ടികൾ ഒരു ഭയവുമില്ലാതെ റോഡിലിറങ്ങി പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ വെല്ലുവിളിക്കുന്നു. ഇത് കേരളത്തിൻ്റെ പുതിയ കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.